ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത്തവണ ഓണത്തിന് നമ്മുടെ സുന്ദരി ആൻറ്റിയും ചേർത്തുള്ള മൂന്നാമത്തെ ഐറ്റവുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ ആൻറ്റിയുമായിട്ട് ചേർത്ത 2 വീഡിയോസിനും വളരെ നല്ല അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ 1 lakh ക്രോസ് ചെയ്യുന്നത്. ആൻറ്റി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചിക്കറി ഇപ്പോൾ ഓൾറെഡി 1 lakh ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടുപുറേ നാരങ്ങ വരുന്നുണ്ട്. നാരങ്ങ അച്ചാറും എനിക്ക് തോന്നുന്നത് 40,000 ആയിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു ഒരു ഐറ്റം കൂടെ ഞാൻ ചെയ്യാം. ഒരു വളരെ ഡിഫറെൻറ്റ് ഐറ്റമാണ്. ഉറപ്പായിട്ടും സദ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, മധുരം അല്ലെങ്കിൽ പായസം ഇല്ലാത്തൊരു സദ്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു വെറൈറ്റി പായസമായിട്ടാണ് ആൻറ്റി ഇത് വന്നിരിക്കുന്നത്. എന്താണ് വെറൈറ്റി എന്ന് പറയാനുള്ള കാരണം ഞാൻ വഴിയെ കാണിക്കാം. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പായസത്തിലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെറൈറ്റി എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ പായസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ മില്ലറ്റ് കൊണ്ടാണ്. മില്ലറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. അതായത് ചാമേരി എന്നൊക്കെ പറയും. വളരെ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചാമ അല്ലെങ്കിൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആൻറ്റിയുടെ സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം മില്ലറ്റ് കേട്ടോ. ആൻറ്റി മില്ലറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ അല്ലേ? ഒരു നേരം ഉണ്ണും, ചോറുണ്ണും, ഉച്ചയ്ക്ക് ഒരു നേരം, ബാക്കി മില്ലറ്റ്. അപ്പം ആൻറ്റി തന്നെ സജസ്റ്റ് ചെയ്താൽ മില്ലറ്റ് കൊണ്ട് നമുക്കൊരു പായസം ഉണ്ടായി. വളരെ ഹെൽത്തിയാണ്. കാരണം ഓണം എന്ന് പറയുമ്പോൾ കുറേ പേർക്കെങ്കിലും വിഷമമുണ്ടായിരിക്കും, മധുരം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം കൂടി ആയിരിക്കും ഇത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് പറ്റില്ലെന്നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും കേട്ടോ. ഇതേ മില്ലറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് മില്ലറ്റിൻ്റെ വെർമീസെല്ലി കേട്ടോ. കണ്ടോ, മില്ലറ്റ് അങ്ങനെ എടുത്തിരിക്കുകയല്ല. മില്ലറ്റിൻ്റെ വെർമീസെല്ലി മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ പാക്കറ്റിൽ കിട്ടും മില്ലറ്റ് വെർമിസെല്ലി എന്ന് പറഞ്ഞിട്ട്. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. ചോദിച്ചു മേടിക്കും കേട്ടോ. ആ മില്ലറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അതായത് ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കും ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയിട്ടുള്ളവർക്കും ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും വളരെ നല്ലതാണ് മില്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ GI വാല്യൂ വളരെ കുറവാണ്. ബ്ലഡ് ഷുഗർ ലെവൽ റൈസ് ചെയ്ത് നോക്കും. അതുകൂടാണ്ട് മില്ലറ്റിൽ നല്ല ഫൈബർ ഉണ്ട്. പിന്നെ ബോഡി വെയിറ്റ് കുറയാൻ വളരെ നല്ലതാണ്. നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയാനും മില്ലറ്റ് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയധികം ഗുണങ്ങളുള്ള സാധനം കൊണ്ട് നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ ഇപ്രാവശ്യം ഓണം എന്തായാലും ഹെൽത്തി ആയിക്കോട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചേർക്കാൻ പോകുന്ന സാധാരണ മധുരം എല്ലാത്തിനും അത്യാവശ്യം വേണ്ടതാണ്. ഞാനും പഞ്ചസാര എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ എടുത്തിരിക്കുന്ന പഞ്ചസാരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ലോ GI വാല്യൂ ഉള്ള ഷുഗറാണ്. അതായത് അത് ഞാൻ കാണിച്ചു തരാം. കിടന്നുണ്ടോ, ഞാൻ സ്വീറ്റ് കെയർ എന്നൊരു ബ്രാൻഡ് ഉപയോഗിക്കുന്നത്. പാരീസിൻ്റെ ലോ GI ഷുഗർ കൺട്രോൾസ് റൈസ് ഇൻ ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും ഈ ഓണത്തിന് ഉപയോഗിക്കാവുന്ന 2 ഐറ്റംസാണ്. ഏതുതരം രോഗമുള്ളവർക്കും ഈ ഓണത്തിന് പായസം കുടിക്കാമെന്ന് മനസ്സിലായിട്ടോ. പിന്നെ അതുകൂടാണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ അതിൻ്റെ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തിട്ട് ചെറുപയറൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത ചെറുപയറിൻ്റെ പരിപ്പ്. അതിന് നേരത്തെ പറഞ്ഞതനുസരിച്ച് 1 മണിക്കൂർ ഇതിനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതേ കുറച്ച് ചൗരി, നമ്മൾ സാബുൻ റൈസ് എന്നോ സാബുദാന റൈസ് എന്ന് പറഞ്ഞ സാധനം, ചൗരിയും കുതിർത്താ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും 1/2 കപ്പ് വീതം എടുത്തിരിക്കുന്നത്. ഇനി ബാക്കി എടുത്തിരിക്കുന്ന ഐറ്റംസ് നമ്മൾ പായസത്തിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് കുറച്ച് ബദാം കൂടെ അതിൻ്റെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റൈസിൻസും നട്ട്സും കുറച്ച് ഏലത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, പാല്. ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ബോറിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതൊരു പ്രഷർ കുക്കറിനെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണ് ആൻറ്റി ആദ്യം ഇടേണ്ടത്? ആദ്യം പയറും ചവ്വരിയും. ഓക്കെ നമ്മൾ കുതിർത്ത് വെച്ച പയറ്. ഈ പയറിട്ടാൽ പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പയറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർ പയർ ഒഴിവാക്കുക കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും പയറുടെ, പക്ഷെ നല്ലതാണ്. ആൻഡ് ചൗരിയും ഇട്ട് കൊടുക്കണ്ടേ. രണ്ടും 1 മണിക്കൂർ കുതിർത്താണ്. ഇനി പാല്. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ടേ. നമ്മുടെ കപ്പ് 240 ml കപ്പാണേ. ഇനി വെള്ളം 1 കപ്പിന് മതി. ഓക്കെ, അപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. പിന്നെ ഒരു സ്പൂൺ നെയ്യും, 1 ടേബിൾ സ്പൂൺ കണക്കാക്കി നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബദാം അല്ലേ, അതെ, ഒരു 20ഓളം ബദാം കേട്ടോ. അതും കുതിർത്ത് നുറുക്കി വെച്ചതാണേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഹെൽത്തി ആണല്ലോ ആൻറ്റി. നമ്മൾ അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുക്കർ അടച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു എത്ര വിസിലാ? 2 വിസിൽ വരുന്നവരെ വേവട്ടെ. അതേസമയം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. ഇത് ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് ചൂടായിരിപ്പുണ്ടേ. ഇതിലേക്ക് ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇപ്പം നെയ്യൊന്ന് ഉരുകി വരുന്നുണ്ട്. അപ്പം നമ്മളിതിലേക്ക് മില്ലറ്റിൻ്റെ വെർമിസെല്ലി ഇട്ട് കൊടുക്കുക. നേരത്തെ അളവ് ഞാൻ പറഞ്ഞില്ലേ, ഇത് 180 ഗ്രാമിൻ്റെ പാക്കറ്റ് ഞങ്ങൾ മേടിച്ചിരിക്കുക കേട്ടോ. 180 ഗ്രാമല്ല. ഇനി ഇതിനൊന്ന് വറുത്തെടുക്കണം, ഒരു ബ്രൗൺ നിറമാകുന്നത് കേട്ടോ.
ഇത് നല്ല ബ്രൗൺ നിറമാണോ ആൻറ്റി? ആ ഒത്തിരി വേണ്ട, ഒത്തിരി നമ്മൾ കറുത്തിരിക്കും. ഓക്കെ. അപ്പോൾ കുക്കർ 2 വിസിൽ വന്നിട്ടുണ്ട്, അത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെറുമിസലി ഏതാണ്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 2 കപ്പ് പാലോ. ഇത് 1 കപ്പാട്ടോ. വെറൈറ്റി ആണ് മൊത്തത്തിൽ. ഞാൻ മൊത്തം 1 ലിറ്റർ പാൽ അതിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളവും 2 കപ്പ് തന്നെ. 2 കപ്പ് വെള്ളം 2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ടേ. ഇനി ഇത് തിളച്ച് ഇതിൽ കിടന്ന് വേവണം അല്ലേ? അപ്പോൾ തിളക്കട്ടെ, അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് ആൻറ്റി പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ വെർമിസെല്ലി പാലിൽ കിടന്ന് വെന്തിട്ടുണ്ട്. അതേസമയം നമ്മൾ കുക്കറിൽ അടിച്ച സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ചൗരിയും എന്താ പറയുക പയറും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് മാറ്റി കേട്ടോ. യെസ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഒരു 400 ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഞാൻ പറഞ്ഞു ഇത് ലോ GI ഷുഗറാണ്. ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് കഴിക്കാവുന്നൊരു ഷുഗറാണ് കേട്ടോ. സേഫ് എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല. ഇത് മധുരം നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് വേറെ ചേർത്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് എത്ര ലൂസാക്കണോ അതനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1 കപ്പ് മതിയാവും പറയണേ. ഒന്നുകൂടെ പാല് നല്ലപോലെ ഒഴിച്ചെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനൊരു 2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മൊത്തത്തിൽ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തിളച്ച് കേട്ടോ കേട്ടോ. അപ്പോൾ ഇത് തിളച്ചിട്ട് ആവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ആകെ 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്, അത് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ മറ്റൊരു പാന് അടുപ്പത്തേക്ക് ചൂടായിരിപ്പണ്ടേ. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അല്ലേ, അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടേ. ഓക്കെ. അപ്പോൾ മൊത്തം നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം കൂടെ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കേട്ടോ കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ റൈസിൻസ് കേട്ടോ, ഉണക്കമുന്തിരിയാണേ. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം, ഇത്ര എന്നൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ്. ഇത് റൈസിൻസ് ഒന്ന് വീർത്ത് വരണം കേട്ടോ. നമുക്ക് ഇതിനെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു തരണം കേട്ടോ. ഇനി ഇതിൽ ഫൈനലായിട്ട് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ശരിക്കും ഈ റൈസിൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇടേണ്ടതായിരുന്നു, നിങ്ങൾ വിട്ടുപോയി കേട്ടോ. ഇത് ഏലക്കാപ്പൊടി പൊടിച്ചെടുത്താൽ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏലക്കയുടെ മണം ഇഷ്ടമാണെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യട്ടോ. വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ഹെൽത്തി ആൻഡ് യമ്മി മില്ലറ്റ് പായസം റെഡിയാണ്. ഇത് കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ആൻറ്റി പറഞ്ഞ് ഞാൻ കേട്ടുവെങ്കിലും ഞാനിതുവരെയും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യം നോക്കട്ടെ. ആൻറ്റി വേണ്ടല്ലോ. റിയലി യമ്മി ആൻഡ് വെറൈറ്റി കേട്ടോ. ആ ബദാം ഇടയ്ക്ക് കടിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബദാമൊക്കെ കടിക്കുമ്പോൾ. എന്തായാലും ഇങ്ങനൊരു പായസം നിങ്ങളുടെ പലരും ഉണ്ടാക്കി നോക്കിയിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അടിപൊളിയാണ്. എന്തായാലും ഇത്തവണ ഓണത്തിന്
ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മിക്കവാറും 1-2 പായസം നമ്മൾ ഉണ്ടാക്കുമല്ലോ, ഒന്ന് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിക്കോളൂ. അതിൻ്റെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വളരെ ഹെൽത്തി, ഞാൻ പറഞ്ഞു ആർക്ക് വേണോ ധൈര്യമായിട്ട് കഴിക്കാം. ഡയബറ്റിക് പേഷ്യൻസ് ആയിക്കോട്ടെ, ഇനി കൊളസ്ട്രോൾ ഉള്ളവരോ ഷുഗർ BP പേഷ്യൻസ് ആണോ, ആർക്ക് വേണോ ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഒരു ഐറ്റം നമ്മുടെ മില്ലറ്റ് പായസം ആയിക്കോട്ടെ. ആൻറ്റി താങ്ക് യു സോ മച്ച്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ, എൻ്റെയും ആൻറ്റിയുടെ മത. എല്ലാവർക്കും ഓണാശംസകൾ. ആൻറ്റി വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, പേടിച്ചിട്ടാ. ഓക്കെ, താങ്ക് യു.